ചാകര ഉണ്ടോ ഉളാവ് ചാകര ഭിത്തിയിലും കമ്പിയിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കണ മീനൊക്കെ കണ്ട ദേ പിടിച്ചിരിക്കണ ഒട്ടിയിട്ട് ബോട്ട് നിറച്ച് മീൻ കിട്ടിയൊക്കെയാണ് കൊട്ടൊക്കെ അത് മീൻ വെച്ചേക്കണ കണ്ടിരുതേ നല്ലൊരു ഇടത്തരം നെയ്മീൻ കൂട്ടനായിട്ട് കാണുന്ന ഉടുപ്പൂരി ചാകരണ്ടാ കേട്ടോ ഹലോ മച്ചാമാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന കൂട്ടുകാർ വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടം. നമുക്ക് 2 വാലയിലും നിറച്ചും നല്ല മീൻ കിട്ടി. നല്ല മീൻ എന്ന് പറഞ്ഞാൽ ശീലാവും ഉടുപ്പൂരിയും അങ്ങനെ വലിയ വലിയ നല്ല മീനുകളാണ് നമ്മുടെ വലയിൽ കയറിയത്. കൂടാതെ കടലാമയൊക്കെ കയറിയിട്ട് നമ്മളെ വാമന രക്ഷിച്ച് കടലിലോട്ട് വിടുന്ന കാഴ്ചകളും കാര്യങ്ങളും എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കിടിലം വീഡിയോ ആണ്. വല കയറി വരുമ്പോൾ തന്നെ ഇത് നോക്കിയേ, വലയിൽ നിറച്ചതേ ശീലാവാണ്. വല പിടിക്കുന്ന ഭാഗത്തൊക്കെ ദേ ശീലാവ കയറുന്ന കാഴ്ച കണ്ട എന്താ കാഴ്ച നോക്കിയേ. വലയിൽ ഊളാവ് കുത്തി വന്നേക്കാണ് കണ്ടതേ, പിറക്കി പിറക്കിയിടവര് ഊളാവാണ് ഊളാവ്. ഇങ്ങനത്തെ ഒരു വീഡിയോ നമ്മുടെ ചാനൽ കുറേ നാൾക്ക് മുന്നേ ഉണ്ടാ ഊളാവ് ഊളാവ്. അങ്ങനെ വല പിടിച്ച് ഏകദേശം വല അടുത്തിട്ടുണ്ട്. ഇനി ഇതേ കോടനിൽ നിറച്ച് മീൻ കിടക്കുകയാണ്. ഇനി ആ മീൻ നേരെ നമ്മൾ ബോട്ടിലോട്ട് കയറ്റാൻ വേണ്ടി പോവേണ്ട. അതിന് റോപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് നേരെ കോടനിൽ മീനും കൂടി പൊക്കി അങ്ങനെ എടുക്കാനുള്ള കാഴ്ചയാണ്. അപ്പോൾ ഇനി ഞാൻ നിങ്ങളിലോട്ട് കാണിച്ചു തരാൻ വേണ്ടി പോണത്. അതിന് വേണ്ടി ഇത് റോപ്പൊക്കെ ഇറക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി റോപ്പ് അങ്ങനെ കെട്ടി അത് മുകളിലോട്ട് പൊക്കാൻ വേണ്ടി പോവേണ്ട, ചരക്ക് ഫുള്ളായിട്ട്. ദേവൻ്റെ ഊളാവിട്ടാ കലക്കിയിട്ടുണ്ട് നമ്മള്. നമ്മുടെ യൂട്യൂബിലെ ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ഇത്രയധികം ഊളാവ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ശീലാവ് കിട്ടുന്ന കാഴ്ചയും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ തമിഴ്നാട്ടിൽ വന്നപ്പോഴാണ് നിങ്ങളോട്ട് കാണിച്ചു തരാൻ പറ്റിയത്. അതിന് മുന്നേ കിളിമീനും ബാക്കി ഞണ്ടും പല മീനുകളും പല പിലപ്പ് കിട്ടുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. ഊളാവിൻ്റെത് ആദ്യമായിട്ടാണ്. അതിൻ്റെ കൂടെ കുറച്ച് കടലിലെ മുള്ളം മമ്മി എന്ന് പറയുന്ന പഫർ ഫിഷ് ഉണ്ട്. അതിന് മുള്ളുള്ളതുകൊണ്ട് അവർ ആ കമ്പി വെച്ച് കുത്തി കൊട്ടയിലോട്ടാക്കിയിട്ട് നേരെ കടലിലോട്ട് കളയേണ്ട. അങ്ങനെ മീനെല്ലാം തിരിഞ്ഞ് മാറ്റിയാണ്. അതിൻ്റെ കൂടെ തന്നെ ഉടുപ്പൂരി ഇട്ടിട്ടുണ്ട്. ഈ ഉടുപ്പൂരി അത്യാവശ്യം കൂടുതലുണ്ട്. ഇതിൻ്റെ ഉടുപ്പൂരി, തോല് ക്ലാത്തി, ലെതർ ജാക്കറ്റ് അങ്ങനെ പല പേരാണ് ഈ ഒരു മീനും അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നേരെ കൊട്ടയിലോട്ടാക്കി എടുക്കുകയാണ്. തിരിയാൻ വേണ്ടി പോവുകയാണ് മീനെല്ലാവരും. ഈ സമയം ഇവിടെ ഒരു അണ്ണൻ്റെ ഒരു നെയ്മീൻ എടുത്തിട്ടാണ് കേട്ടോ. ഈ നെയ്മീനെ തമിഴ്നാട്ടിൽ വജ്രം, അതുപോലെ ഐക്കൂറ, അങ്ങനെ പല പേര്, അർക്ക, അങ്ങനെ പല പേരുകളിലാണ് ഈ ഒരു മീൻ അറിയപ്പെടുന്നത് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റൊക്കെയാണ്. അങ്ങനെ ഏകദേശം മീനുകളെല്ലാം കൊട്ടയിലോട്ട് തിരിഞ്ഞ് മാറ്റിയിട്ടുണ്ട്. ഇതാണ് പുന്നാര മീൻ. നല്ല അടിപൊളി ടേസ്റ്റാണ്. കഴിച്ച കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയട്ടെ പുന്നാര കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഈ മീനുകളെല്ലാം
കൊട്ടയിലോട്ടൊക്കെ ആക്കണം. നേരെ നമ്മൾ സ്റ്റോറിലോട്ട് ഇറക്കാൻ വേണ്ടി പോവേണ്ട. അപ്പോൾ ദേ ഉടുപ്പൂരിയൊക്കെ ഇവിടെ ഒരാൾ നമുക്ക് നല്ല സപ്പോർട്ടാണ്. മീനൊക്കെ പൊക്കി പൊക്കി എണ്ണം കാണിച്ചു തരാണ്. അങ്ങനെ ഇതിനെല്ലാം സ്റ്റോറിൽ ഇറക്കാനാണ്. സ്റ്റോറാണെങ്കിൽ അമരത്താണ്ട് വരുന്നത് കേട്ടോ. തമിഴ്നാട് ബോട്ടുകൾക്കെല്ലാം സ്റ്റോർ റൂം അമരത്താണ്. ഇനി സ്റ്റോറിനുള്ളിൽ ഇറങ്ങിയിട്ട് മീൻ ഐസ് ചെയ്യണ കാഴ്ചയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളിലോട്ട് കാട്ടിത്തരാട്ടാ. ഇവിടെ തിരിയൽ കഴിഞ്ഞിട്ടില്ല. അപ്പം ഈ ഒരു സമയം തിരിച്ചലിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കൊരു മോതമീൻ കിട്ടിയിട്ടാ. ഇത് കട്ട്ലേറ്റൊക്കെ വെക്കാൻ വേണ്ടി കൂടുതൽ ഉപയോഗിക്കും. കറുത്ത കളറും അടി വെള്ള ഭാഗവും തന്നെയാണ് മോത എന്ന് പറയുന്നത്. മോത, മോര, അങ്ങനെ പല പേരാണ് ഈ ഒരു മീൻ അറിയപ്പെടുന്നത് കേട്ടാ. അത്യാവശ്യം നല്ല അടിപൊളി കറിമീനും കൂടിയാണിത്. അപ്പോൾ ഇതേ പൊക്കി അങ്ങനെ കാണിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരു ഇടത്തരോ. ഇത് നല്ല വലിപ്പം വരും, ഒരാളുടെ വലിപ്പമൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം. നല്ല വലിയ മോതയൊക്കെ. അപ്പോൾ ഇതൊക്കെ ഇനി നേരെ സ്റ്റോറിലോട്ട് ഇറക്കാൻ വേണ്ടി പയ്യെ പയ്യെ അടുപ്പിക്കുകയാണ് എല്ലാവരും. അതുപോലെ തന്നെ ഇവിടെ പറയുന്ന പേര് വേളാപ്പാര എന്നാണ്. നമ്മൾ വറ്റയെന്നൊക്കെ പറയും കേട്ടോ. ഈ ഒരു മീൻ ആകെ ഒരെണ്ണം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ അണ്ണനെ പൊക്കി പിടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആൾ പിടിച്ച് കാണിക്കാൻ നോക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായില്ല ആൾ. അങ്ങനെ രണ്ടാമത് പൊക്കി പിടിച്ചൊക്കെ കാണിച്ചത് കേട്ടാ ആ ഒരു മീൻ. അങ്ങനെ ഏകദേശം പരിപാടിയൊക്കെ മീൻ തിരിച്ചലും കാര്യങ്ങളും കഴിഞ്ഞ് ശീലാവെല്ലാം കൊട്ടയിലോട്ടാക്കി. ബാക്കിയുള്ളതിന് ക്ലാത്തിയാണ്. ഇത് പൊടിക്കാനും വളത്തിനും വേണ്ടി പോണൊരു മീനാണ്. ആ കറുത്ത കളറിൽ കാണുന്ന ക്ലാത്തി കേട്ടാ. ക്ലാത്തി കറുപ്പ് കളർ മാത്രമല്ല, മഞ്ഞയുണ്ട്, അങ്ങനെ പല കളറുണ്ട് കേട്ടോ ഈ ഒരു ക്ലാത്തി. അപ്പം ഇതും കൂടി അങ്ങോട്ട് കോരി നേരെ കൊട്ടയിലോട്ടാക്കി കേട്ടാ. ഇനി സ്റ്റോർ റൂമിലായിട്ട് പോണത്. പിന്നെ രണ്ടാമത്തെ വല അതേ പിടിച്ച് കയറ്റുമ്പോൾ നല്ലൊരു കിടിലൊരു ആമക്കൂട്ടൻ നമ്മുടെ വലയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അവനെ രക്ഷിക്കുന്ന കാഴ്ചയും കാര്യങ്ങളൊക്കെ കാട്ടിത്തരാട്ടാ. അങ്ങനെ അതേ സ്റ്റോർ റൂം എത്തി. സ്റ്റോർ റൂമിൽ കൊട്ടയിൽ മീൻ ഇറക്കണ ഒരു കാഴ്ചയാണ്. എല്ലാവരും ഒരു വരി പോലെ നിന്നിട്ട് വേഗം വേഗം കൈമാറി സ്റ്റോറിലോട്ട് മീൻ ഇറക്കണം. അപ്പോൾ ഈ ഒരു അണ്ണനാണ് സ്റ്റോറിലെ കാര്യങ്ങളൊക്കെ നോക്കണത്. കൃത്യമായിട്ട് ഐസും കാര്യങ്ങളൊക്കെ ഇട്ട് എല്ലാം സെറ്റ് ചെയ്യണ ഒരു കാഴ്ചയാണ് കണ്ട. ആദ്യം മീനടിക്കും, 2-3 കൊട്ട മീനടിച്ചിട്ട് അതിൻ്റെ മേലെ 2 കൊട്ട ഐസ്. ആ ഒരു കണക്കിലാണ് ഐസും കാര്യങ്ങളൊക്കെ ചെയ്യണ കേട്ടാ. സ്റ്റോർ റൂമിൽ മീൻ ഐസ് ചെയ്യുമ്പോൾ 2 സൈഡിലും ഒരേ ലെവലിൽ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഐസ് ചെയ്യോട്ടെ മീൻ. അതായത് ഒരു കള്ളിയിൽ അവിടെ മീൻ അടിച്ചാൽ പിന്നെ അടുത്ത കള്ളി ഈ ഒരു സൈഡിൽ കൊണ്ട് അടിക്കും. അങ്ങനെ അടിച്ചാണ് മീൻ ഐസ് ചെയ്യട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ ബോട്ട് ഒരു സൈഡിലോട്ട് കുത്തിപ്പോവും. അത് സ്റ്റോറിൻ്റെ കിടപ്പനുസരിച്ച് ഏത് സൈഡിലോട്ടാണ് ബോട്ട് ചരിഞ്ഞിരിക്കുന്നത് അത് നോക്കിയാണ് മീനിൻ്റെ അളവും കാര്യങ്ങളൊക്കെ 2 സൈഡിലും കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണം കേട്ടാ. ഈ ഒരു കള്ളിയിൽ എല്ലാത്തരം മീനുകളും അയിലയും വറ്റയും പാരയും കിളിമീനും അങ്ങനെ മിച്ചർ പോലെ ഉള്ള മീനുകളൊക്കെയാണ് ഈ ഒരു കള്ളിയിൽ. ഈ ഒരു കള്ളിയിൽ മൊത്തമായിട്ട് ശീലാവാട്ടാ. ഇനി അടുത്തൊരു കള്ളി റെഡിയാക്കണ കാഴ്ചയാണ്. ആദ്യം കുറച്ച് ഐസ് മേലെ ഇടും, എന്നിട്ടാണ് മീൻ അതിൻ്റെ മേലെ തൂകോളട്ടാ. ആദ്യം ഐസ് ഇട്ടിട്ട് അതിനകത്ത് പിന്നെ നേരെ ശീലാവ് അങ്ങനെ അടിച്ചു കൊടുക്കും. അതും ഒരു 2-3 കൊട്ട അടിച്ചിട്ട് പിന്നീടാണ് അതിൻ്റെ മേലെ ഐസ് ചെയ്യും. അതിന് പിന്നെ ഒരു 3-4 കൊട്ട അടിക്കും, എന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ ഐസ് ചെയ്യും. അങ്ങനെയാണ് ഈ മീനുകൾ ഐസ് ചെയ്യണേട്ടാ. അങ്ങനെ ആദ്യത്തെ വലയിൽ കിട്ടിയ എല്ലാ മീനും 2 സൈഡും കല്ലുകളിലായിട്ട് തിരിച്ച് മുകളിലും താഴത്തൊക്കെ ആയിട്ട് മാക്സിമം കൊള്ളിച്ചുകൊണ്ട് ബോട്ടിൻ്റെ ലെവലും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നല്ലതുപോലെ ഐസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഏകദേശം സ്റ്റോറിലെ പണി കഴിഞ്ഞിട്ടാ. ഏകദേശം ഈ ഒരു വലയിൽ കിട്ടിയ മീനുകളെല്ലാം നമ്മളത് ആ കള്ളി, ഈ കള്ളി, BB, JJ, GG അങ്ങനെയുള്ള കള്ളികളിലായിട്ട് കണ്ട. ഈ കള്ളിയിൽ ശീലാവ്, ഈ കള്ളിയിൽ ഉടുപ്പൂരി,
ആ കള്ളിയിൽ ശീലാവ്, അപ്പുറം വളം, അതുപോലെ ഇവിടെ നടുക്ക് ഐസ്. പിന്നെ ആ കള്ളിയിൽ നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ മീനുകളൊക്കെ ഇവിടെ, കൂന്തല് അങ്ങനെയുള്ള മീനുകളൊക്കെ അവിടെ. നെയ്മീൻ, മോത, പിന്നെ ആ 2 കള്ളി ശീലാവ് കേട്ടാ. ഇതില് ശീലാവ്, ഇതില് പാരമീൻ, പിന്നെ കുഞ്ഞാര, അയില അങ്ങനെയുള്ള മീനുകളൊക്കെ ഇതിനകത്തിട്ടേക്കണം കേട്ടാ. അപ്പൊ അത്രയും വളം, ഇത്രയും മീനുകളാണ് നമുക്ക് 4ാമത്തെ വല കഴിഞ്ഞപ്പോൾ കിട്ടിയേക്കണേ. ഒരു വലയും കൂടി ഉണ്ട്. ആ വല എന്തൊക്കെ കിട്ടുന്നത് നോക്കാം. ഇതാണ് നമ്മുടെ ബോട്ടിന്റെ സ്റ്റോർ റൂമിന് മേളിലോട്ട് കയറാം. അങ്ങനെ മേളിലെത്തി 2ാമത്തെ വല കയറുന്ന കാഴ്ചയാണ് ഞാൻ നിങ്ങളിലോട്ട് കാണിച്ചത്. ഈ ഒരു വലയിലാണ് നമുക്ക് നല്ലൊരു ആമക്കുട്ടനെ കിട്ടിയത്. ഒരു ഇടത്തരം ആമക്കുട്ടൻ. അവനെ നമ്മൾ വലയത് വേഗം തന്നെ വല കീറി മുറിച്ച് അവൻ അങ്ങോട്ട് പുറത്തെടുത്ത് കടലിലോട്ട് വിടുന്ന കാഴ്ചയും. പിന്നെ ഈ ഒരു വലയിൽ ഒരു കുഞ്ഞ് കടൽപ്പാമ്പ് ഒളിച്ചിരിപ്പുണ്ടായിരുന്നു മീനിൻ്റെ കൂടെ. അപ്പോൾ അവനെയൊക്കെ കിട്ടുന്ന കാഴ്ചയും കാര്യങ്ങളും പിന്നെ മീനും കിട്ടുന്ന കാഴ്ചയും കൂടി എല്ലാം കൂടി ഈ ഒരു വലയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വല കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പം അതുപോലെ തന്നെ വീഞ്ചിൽ റോപ്പും കാര്യങ്ങളും വയർ റോപ്പൊക്കെ കയറി. ഇനി വയർ റോപ്പ് കയറി കഴിഞ്ഞാൽ പിന്നെ വന്നത് വലയാണ്. വല പിടിച്ച് കയറുന്ന കാഴ്ചയും കാര്യങ്ങളും കാട്ടിത്തരാം കേട്ടാ. അങ്ങനെ വലയും കാര്യങ്ങളൊക്കെ എത്തി. ഇനി എല്ലാവരും അമരത്ത് വന്ന് വലയും കാര്യങ്ങളൊക്കെ പിടിച്ച് കയറ്റാൻ. ഇതാണ് സെൻട്രൽ ലൈൻ. സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞാൽ റോപ്പിൻ്റെ കോടൻറ്റിൻ്റെ ഭാഗത്ത് തന്നെ റോപ്പിനെ പറഞ്ഞിട്ട് സെൻട്രൽ ലൈൻ എന്നിട്ടാ. അങ്ങനെ എല്ലാം പിടിച്ച് കയറ്റണം. എല്ലാവരും വേഗം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം ഇങ്ങനെ സമയമൊക്കെ ഒന്ന് അസ്തമിച്ച് നിൽക്കുമ്പോഴാണ് കടലാമതേ നമ്മുടെ വലയിൽ ആമ കയറി വരെയാണ്. ആമക്കൂട്ടൻ അങ്ങോട്ട് മൊത്തമായിട്ട് ഉള്ളിലോട്ട് പോയിട്ടില്ല, അവനോട് ഉടക്കി നിൽക്കുകയാണ്. അങ്ങനെ ആമനെ പിടിച്ച് വേഗം ബോട്ടിലോട്ട് കയറ്റിയെടുക്കുകയാണ്. ഇനി ഇവനെ വിടിയിച്ചെടുക്കണം. കാരണം വലയിൽ നിറച്ചിങ്ങനെ ചുറ്റിക്കിടക്കേണ്ട ആളാണെങ്കിൽ ഇത്തിരി അവശതയും കൂടിയാണ് കേട്ടോ. ഇനി ആ വല കുറച്ച് പൊട്ടിയിട്ടുണ്ട് സൈഡ്, വേഗം തന്നെ കത്തിക്ക് പൊട്ടിച്ചെടുക്കണം. എന്നാലേ ഇവനങ്ങാട് പുറത്തോട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആളാണെങ്കിൽ ഇതേ ഭയങ്കര അധികം ആക്റ്റീവായിട്ടൊന്നും നിൽക്കണില്ല. വേഗം തന്നെ കത്തിക്ക് വല പൊട്ടിച്ച് ആളെ പുറത്തോട്ട് എടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ആമക്കുട്ടനെ വലയെന്നൊക്കെ ഊരിയെടുത്ത് ആളെ നമ്മൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നേരെ കടലിലോട്ട് കളയാൻ വേണ്ടി പോവേണ്ട. ശരിക്കും ഒരു ആമയുടെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഒരാൾക്കൊന്നും പൊക്കാൻ പറ്റില്ല. കടലാമ കേട്ടാ, കടലാമ 2 പേര് 3 പേരൊക്കെ പിടിച്ചാണ് ഒരാമനെ പൊക്കി വെള്ളത്തിലോട്ട് കളയണത്. ഇവൻ ഒരു കുഞ്ഞനാമയാണ്, അധികം വലുതായിട്ടില്ല ആൾ. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് പൊക്കാം. അങ്ങനെ ആ അണ്ണം പൊക്കി നേരെ കടലിലോട്ട് വിടുകയാണ്. അവൻ ഹാപ്പി ആയിട്ട് ഓടിച്ചാടി പോയിട്ടുണ്ട് കേട്ടാ. ഏകദേശം നമ്മുടെ 2ാമത്തെ വല മൊത്തമായിട്ട് കയറിയിട്ടുണ്ട്. ഇനി 2ാമത്തെ വലയിൽ കിട്ടിയ ചരക്കും കാര്യങ്ങളും പൊട്ടിച്ചിടാൻ വേണ്ടിയുള്ള കാഴ്ച കേട്ടാ. രണ്ടാമത്തെ വലയിൽ നമുക്ക് കിട്ടിയത് ഒട്ടുമീൻ അല്ലെങ്കിൽ ചെരുപ്പൊട്ടി എന്നൊക്കെ പല പേരിലാണ് ഈ ഒരു മീൻ അറിയപ്പെടുന്നത്. ഭിത്തിയിലും മതിലുമേലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും. കാരണം അതിനൊരു ഗ്രിപ്പുണ്ട്. ആ ഒരു ഗ്രിപ്പിലാണ് ഈ ഒരു മീൻ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കേട്ടാ. ഈ മീൻ ആദ്യമായിട്ടാണെന്ന കൂട്ടുകാരൊക്കെ കമൻറ്റ് ചെയ്ത് പറയണം കേട്ടാ. പിന്നെ മീനെല്ലാവരും കൂടി എല്ലാവരും കൂടി തിരിഞ്ഞുകൊണ്ടിരിക്കില്ല. അതിനകത്തൊരു പാമ്പൂട്ടം വന്ന് ഇവൻ കടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആളുടെ ജീവൻ്റെ കാര്യത്തിൽ ഒരു ഉറപ്പുണ്ടാവില്ല. അവനെ വേഗം തന്നെ കടലിലോട്ട് കളഞ്ഞിട്ടാ. ആളാ മീൻ കൂട്ടത്തിൽ അനങ്ങാതെ മിണ്ടാതിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ അതുപോലെ തന്നെ എല്ലാ മീനും തിരിഞ്ഞ് നമ്മൾ നേരെ കൊട്ടയിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടാ. കൂന്തലും ഉടുപ്പൂരിയും ശീലാവും എല്ലാം കേട്ടോ. ഇനി നേരെ സ്റ്റോറിലോട്ട് ഇറക്കിയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ മീൻ കഴുകണ കാണിച്ചില്ല. സാധാരണ ഏത് മീൻ കടലിൽ കിട്ടിയാലും അതിന് അഴുക്കില്ലെങ്കിൽ പോലും നമ്മൾ ഒന്നും കൂടി കഴുകും. അത് ചിലവർ കുലുക്കി കഴുകും, ചിലവർ ബോട്ടുകളിൽ മറിച്ച് കഴുകും. അത് ഓരോ രീതിയിൽ എങ്ങനെയായാലും നമ്മൾ മീൻ കഴുകിയിട്ടാണ് നമ്മൾ ഐസ് ചെയ്യുള്ളൂ കേട്ടോ.
അപ്പം അതുപോലെ നമുക്ക് രണ്ടാമത്തെ വലയിൽ കിട്ടിയ മീനും സ്റ്റോറിലോട്ട് ഇറക്കിയാണ്. വേഗം അങ്ങോട്ട് ഇറക്കി കൊടുക്കേണ്ട. അപ്പം അടിയിൽ ആൾക്കാരുണ്ട് മീൻ ഐസ് ചെയ്യാനായിട്ട്. കഴിഞ്ഞ വലയിൽ കിട്ടിയ മീനുകളൊക്കെ തന്നെയാണ് രണ്ടാമത്തെ വലയിൽ കിട്ടിയത്. പക്ഷേ ഇത്തിരിയും കൂടി കൂടുതൽ കിട്ടി. പിന്നെ വെറൈറ്റി ആയിട്ട് നമുക്ക് ആമയും കടൽപ്പാമ്പൊക്കെയാണ്. അപ്പോൾ ഇങ്ങനത്തെ കടലിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണം. നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ അടുത്ത വീഡിയോയിൽ ഇത്തിരി കൂടി മെച്ചപ്പെടുത്തും. ഇതാണ് നമ്മുടെ ബോട്ടിലെ സ്രാഗട്ടാ. ആള് അടിപൊളിയാണ്, നല്ല കമ്പനി മൈൻഡാണിതേ. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് ബോട്ട് ഓടിക്കണം എന്ന് ചോദിച്ചാൽ എന്നെ പിടിച്ച് ബോട്ടിൻ്റെ സ്റ്റിയറിങ്ങിൽ കൊണ്ട് ഇരുത്തിയേക്കണം. അപ്പോൾ ഞാൻ ബോട്ട് ഓടിക്കണം എന്നാൽ അടിപൊളി ബോട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് തമിഴ്നാട് ബോട്ട് ഓടിച്ച് നോക്കണത്. ഓടിച്ചപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടാ. അങ്ങനെ കാലത്തൊട്ട് വൈകുന്നേരം വരെ നടത്തിയ പണിയിൽ കിട്ടിയ മീനുകളാണ് ഈ കാണുന്നത്. അപ്പോൾ 2 വലകളാണ് ഏറ്റവും കൂടുതൽ മീൻ കിട്ടിയല്ലേ എന്നാ അല്ലേ? 2 വലയിലെ ആ. അപ്പോൾ അങ്ങനെ കിട്ടിയ മീനുകളാണ് ഈ കാണുന്നത്. ഇനി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്, കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് കൊടുത്തു കൊടുക്കുകയാണ്. വിട്ടുവിട്ട് അങ്ങനെ നേരെ വണ്ടിയിലോട്ട് കയറണം. അപ്പോൾ ഈ മീൻ മാത്രമല്ല, നമുക്ക് ഇത് കടലാമ, പാമ്പ്, പിന്നെ ഉടുപ്പൂരി, അങ്ങനെയുള്ള കുറേ മീനുകളും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ എല്ലാം കൂടി ഉൾപ്പെട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഒത്തിരി ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നത്. വീഡിയോക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ കളപ്പുറയുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ നല്ല അടിപൊളി കിടിലോസ്കി കടലിലെ കിടിലം വീഡിയോസ് ഒക്കെ കിട്ടി. ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിൽ നമ്മുടെ കൂടെ വന്നത് തിരുച്ചെന്തൂർ മീനവൻ. തമിഴ്നാട്ടിലുള്ള ബ്ലോഗറാണ് നമ്മളെപ്പോലെ തന്നെ. പണ്ടനും ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. അല്ല അടിച്ച് പൊളിച്ച് കിടിലം വീഡിയോ ആയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നല്ലേ. അതെങ്ങനെ എക്സ്പീരിയൻസ് ആയിരുന്നു? അടിപൊളിയായിരുന്നു. അന്നതെ പാമ്പിനെയൊക്കെ എടുത്ത് കാര്യത്തിലൊക്കെ കുറേ അടിപൊളി. പിന്നെ വലിയൊരു ഹബൂറ് കിട്ടി. അപ്പോൾ അതൊക്കെ അങ്ങനെ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് അടിപൊളി വീഡിയോ ഞാൻ നിങ്ങളോട്ട് എത്തിച്ചത്. ഞാൻ വിശ്വസിക്കുന്ന എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാം. പിന്നെ നല്ല അടിപൊളി കിടക്കാൻ വേണ്ടി